വെള്ളാനകളുടെ നാട് മലയാളി ഒരു കാലത്തും മറക്കാത്ത സിനിമയാണ്. വെള്ളാനകളുടെ നാട് കലോത്സവ വേദിയിലെത്തിയാലോ? അതെ, ഇന്നലെ ആ മൊയ്തീൻ കലോത്സവത്തിനെത്തി. വേദി നമ്പർ 9 കോട്ടൺ ഹിൽ ഗവൺമെന്റ് LPS 12 മണിക്ക് ചാക്യാർകൂത്ത് തുടങ്ങണം. പക്ഷെ പരിപാടി നടക്കില്ല. കാരണം സ്റ്റേജിന് മുൻഭാഗം ഒരു അഡീഷണൽ ആയിട്ട് കെട്ടിയുണ്ടാക്കിയാണ് സാധനം. അതിന് ഒട്ടും ബലമില്ല. അതുമ്പോൾ നിന്നായി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. ശരി, ചർച്ചയോട് ചർച്ച. സ്റ്റേജിന്റെ മുന്നോട്ടിറക്കി കിട്ടിയ ഭാഗം അങ്ങ് പൊളിച്ചാലോ? അതെ, പൊളിക്കുക തന്നെ. പക്ഷെ പൊളിച്ചാൽ നാളത്തെ പരിപാടി നടക്കില്ല. നിലവിലുള്ള വേദി ശക്തിപ്പെടുത്താൻ തീരുമാനം. അങ്ങനെ പന്തല് പണിക്കാരൻ മോഹൻ അണ്ണനെയും സംഘത്തെയും അടിയന്തരമായി വരുത്താൻ തീരുമാനം. പിന്നെ നടന്നതൊന്നും പറയുന്നില്ല. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടിച്ചു വിരട്ടൻ, ആഗ്രഹിയാക്കണം. നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറാണ്. ഒരു മണിക്കൂർ മതി കഴിഞ്ഞു. ഒരു മണിക്കൂർ മതി കഴിഞ്ഞു. ചെറിയ സ്കൂളുകളുണ്ട്. ശരിയായിട്ട് പണി തീർന്നു. പക്ഷേ പണി തീർന്നില്ല. സ്റ്റേജിനടിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് തട്ട് കയറ്റിയ മോഹനണ്ണൻ അടിക്കൊടുവിൽ സ്റ്റേജ് പൊങ്ങിപ്പോയത് മാത്രം അറിഞ്ഞില്ല. പിന്നെ തിരിച്ചു പണി. സ്റ്റേജ് താഴ്ത്താൻ ആണിപ്പണി. ഒടുവിൽ ഷീറ്റ് വിരിച്ച് എല്ലാം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ 6.25 മണിക്കൂറിന് ശേഷം കാത്തിരുന്ന ആ അനൗൺസ്മെന്റ് എത്തി. ഹൈസ്കൂൾ വിഭാഗം ചാക്യാർകൂത്ത് മത്സരം ഉടൻ ആരംഭിക്കുന്നു. ക്ഷീണിച്ച ചാക്യാന്മാർ വേദിയിലേക്ക്. വലിയൊരു പണി പണിത സന്തോഷത്തിൽ മോഹൻ അണ്ണനും സംഘവും. ക്യാമറമാൻ C വിനോദിനൊപ്പം G ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.